ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 4 കോംബോ ആയിട്ടാണ് ചെയ്യുന്നത്. അത് കൂടാതെ കുറച്ച് വില കുറഞ്ഞിട്ടുള്ള പ്ലാൻസുകൾ ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. അങ്ങനെയുള്ള പ്ലാൻസുകൾ അതും കൂടെ കാണിച്ചു പോകട്ടെ. ഞാൻ വില സഹിതം അതിൻ്റെയൊക്കെ അറിയാവുന്ന എൻ്റെ ഓർമ്മയിൽ വരുന്ന വിലകൾ വേഗം വേഗം പറഞ്ഞും പോവാട്ടോ. അപ്പോൾ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് നമ്മുടെ CC പ്ലാന്റിൻ്റെ കോംബോയാണ് കേട്ടോ. ദാ ഇത് നമുക്ക് CC പ്ലാന്റ് എപ്പോഴും ഡിമാൻഡുള്ള സാധനം തന്നെയാണ്. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണല്ലോ. ഇത് CC പ്ലാന്റിന്റെ ഡ്വാർഫ് വെറൈറ്റി, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. ഇതാ ഇങ്ങനെ നന്നായിട്ട് വേരുകളൊക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടൊക്കെ ആയിട്ട് നടാം. പക്ഷെ ഇങ്ങനെ നട്ടിട്ട് പിന്നെ അത് വലുതാവുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് വരുന്നത്. ഇത് ലീഫ് പ്രൊപ്പഗേഷനും കൂടെ വന്ന പ്ലാന്റുകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതാ ഇതിന്റെ റൈസോം നോക്കിയേ, കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇതാ ഇത് കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് റൈസോമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ നല്ല പ്ലാന്റുകളാണ് കേട്ടോ. അപ്പം ദേ രണ്ടാമത്തെ പ്ലാന്റ് CC ബ്ലാക്ക്, ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ്. നന്നായിട്ട് വേരുകളൊക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതും നമുക്ക് തിരിച്ച് നടണമെങ്കിൽ നടാട്ടോ, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരുമിച്ച് ഇങ്ങനെ ഒറ്റ പോട്ടിൽ ഇങ്ങനെ കുറച്ചും കൂടെ വലിയ പോട്ടിൽ നടന്നതായിരിക്കും ഭംഗി. അതിനുശേഷം പിന്നെ അതിൻ്റെ ആ ഉള്ളിലുള്ള കിഴങ്ങിന്ന് അതിൽ നിന്ന് നന്നായിട്ട് വേരുകൾ ഇതൊക്കെ വന്നോളൂ കേട്ടോ, തൈകളൊക്കെ വന്നോളൂ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 200 രൂപ കേട്ടോ. 200+ കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ. പിന്നെ നമുക്ക് പോത്തോസിൻ്റെ വെറൈറ്റികൾ കാണാം. പോത്തോസിൻ്റെ സാറ്റിൻ പോത്തോസ്, ഈ ഒരു വെറൈറ്റി ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ. പിന്നെ നമുക്ക് വന്നേക്കുന്നത് ഇത് നിയോൺ പോത്തോസ്. നിയോൺ പോത്തോസൊക്കെ നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള പ്ലാന്റുകളാണ്. അത് നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പോത്തോസുകൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വലിയ പോട്ടുകളൊക്കെ വന്നത് നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ദാ ഈ ഒരു സൈസിലുള്ള പോട്ടുകളാണ് ഇത് വന്നിരുന്നേക്കുന്നത്. ദാ ഇങ്ങനെ ഇത് രണ്ടിനും കൂടെ 250 ആണ് റേറ്റ് വരുന്നത്. 250+ കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇൻഡോറിലേക്കൊക്കെ പ്ലാന്റ്സുകൾ വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ വാങ്ങിച്ചോളൂ കേട്ടോ. നന്നായിട്ട് വേരുകളൊക്കെ വന്നത് നല്ല വേരൊക്കെ വന്ന പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇത് കണ്ട വേരുകളാണ് ഇത് മുഴുവനും. ഇതിലും അതെ കേട്ടോ. ഇതെപ്പോഴും നിങ്ങൾക്കറിയാലോ, ഈ പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ നിറയെ വേരുകളായിരിക്കും. ഇതിനെ അപേക്ഷിച്ച് നല്ല കരുത്തുള്ള വേരുകളായിരിക്കും ഇതിന്. ഒരു വെറൈറ്റിയാണത്, അതിൻ്റെ ഒരു പ്രത്യേകതയാണത് കേട്ടോ. നന്നായിട്ട് ഈ പ്ലാന്റുകളെ പോലെ അല്ല, നല്ലോണം വേരുകളൊക്കെ ആയിട്ട്. പിന്നെ അടുത്തത് ഇൻഡോറിൻ്റെ പക്ക ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറയാം നമുക്ക്. നമ്മുടെ ബേർഡ് ഓഫ് പാരഡൈസ്. ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള ഒരു പോട്ടിൽ 2 പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇതാ ഇങ്ങനെ ഇതിൻ്റെ വലുപ്പവും ചെറുതും അങ്ങനെ കുറച്ചും കൂടെ ചെറിയ പ്ലാന്റുകളും ഒക്കെ അങ്ങനെയായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എന്തായാലും ഒരു പോട്ടിൽ 2 പ്ലാന്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇത് ഡ്രസീന വെറൈറ്റി. ഇതാ ഈ ഒരു ഡ്രസീന വെറൈറ്റി ഇൻഡോറിലേക്കൊക്കെ വലിയ പോട്ടിലും ഇങ്ങനെ ഹോട്ടൽസിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നല്ല നല്ല ഹോട്ടലുകളിലൊക്കെ നല്ല വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വലിയ പോട്ടുകളിൽ സെറ്റ് ചെയ്യുന്നതാണ്. ഇത് വളരുന്നതനുസരിച്ച് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ആവും കേട്ടോ. ഇനിയിപ്പോൾ ഒത്തിരി വളർന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത ഡ്രസീന വെറൈറ്റികളൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും കാണിച്ച ഡ്രസീന വെറൈറ്റി ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ കട്ട് ചെയ്തെന്നൊക്കെ നടാവുന്നതാണ് കേട്ടോ. ഇതാ ഇങ്ങനെ ഇത് 2 പ്ലാന്റിനും കൂടെ 450 ആണ് റേറ്റ് വരുന്നത്. 450+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ഇത് നമ്മളുടെ കലാത്തിയ വെറൈറ്റി കേട്ടോ. കലാത്തിയ മക്കിയോന, ഇതാ ഈ ഒരു വെറൈറ്റി ഇത് കണ്ടോ. പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ റെഡ് വൈനാട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ഇതാ ഇങ്ങനെ നിറച്ച് ഷൂട്ടുകളൊക്കെ ആയിട്ട് ഇതാ ഇങ്ങനെയുള്ള പ്ലാന്റുകൾ. റെഡ് വൈൻ എപ്പോഴും നമുക്ക് ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. നമുക്ക് അധികം സ്റ്റോക്കിലില്ല, കുറച്ച് മാത്രമേ സ്റ്റോക്കിലുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ 620 ആണ് റേറ്റ് വരുന്നത്. ഇതാ ഇങ്ങനെ 620+ കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ, വേഗം മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. കുറച്ച് മാത്രമാണ് റെഡ് വൈൻ സ്റ്റോക്കിലുള്ളൂ. റെഡ് വൈൻ അങ്ങനെ നമുക്ക് എപ്പോഴും കിട്ടുന്ന പ്ലാന്റുകളല്ല. അപ്പോൾ ആഗ്രഹമുള്ളവരൊക്കെ നമുക്ക് ധോത്തിനോടൊക്കെ സാമ്യമുള്ള എന്നാൽ വ്യത്യാസമുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് വൈൻ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ റെഡ് വൈനൊക്കെ. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പ്ലാന്റുകൾ വന്നപ്പോൾ തന്നെ കാറ്റലോഗ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ റെഡ് വൈൻ മാത്രമായിട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് ഞാൻ ഇതും കൂടെ വെച്ചേക്കുന്നത് നിറച്ച് വെള്ളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് നമ്മളുടെ അങ്കുലാത്ത പെപ്രോമിയ അങ്കുലാത്ത ഫുൾ പോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ അതും സ്റ്റോക്കിലുള്ളേ. അപ്പോൾ അത് താല്പര്യമുള്ളത് മെസ്സേജ് ചെയ്തോളൂ. ഇനി വേഗത്തിൽ ഞാൻ കാണിച്ചു പോകാം. ഇത് നമ്മളുടെ പീസ് ലില്ലി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കേട്ടോ. 220 ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ.
പിന്നെ നമ്മളുടെ ആന്തൂറിയം പ്ലാന്റ് റെഡ് വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. നമുക്ക് ആ വൈറ്റ് കൊണ്ടുവന്നത് സ്റ്റോക്കിൽ എടുക്കാൻ പറ്റണില്ല കേട്ടോ. ഇതിപ്പോൾ ഇത് റെഡ് മാത്രമാണ് സ്റ്റോക്കിൽ വരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ മധുകാമിനി ഡ്വാർഫ് മരമുല്ല ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു. ഇപ്പം ഇത് സ്റ്റോക്കിലുണ്ട്. പൂക്കൾ ഉറപ്പ് പറയുന്നില്ല കേട്ടോ. നിറയെ മുട്ടുകളായിട്ടാണ് നമുക്ക് വരുന്നത്. പക്ഷേ വരുന്നതിൻ്റെ ഒരു വണ്ടിയിലൊക്കെ ഇരുന്നേക്കുന്നതിൻ്റെ ഒരു ചൂടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളുടെ അത് വരുമ്പോഴത്തേക്കും പൂക്കളൊക്കെ കൊഴിഞ്ഞ് കിടക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞല്ലോ, അതായത് ഇതിൻ്റെയൊക്കെ ചൂട്ടിലൊക്കെ നിറച്ച് പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂക്കൾ കയ്യിൽ വരുമ്പോഴത്തേക്കും പൂക്കൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഉടനെ തന്നെ പൂക്കളൊക്കെ ആയിക്കോളൂ കേട്ടോ. ഡ്വാർഫ് വെറൈറ്റിയാണ്, നല്ല കുള്ളനായിട്ട് നന്നായിട്ട് ഭംഗിയായിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ കട്ടിങ്സ് ഒക്കെ ഇട്ടിട്ട് നടാം കേട്ടോ. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ബോൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്യൂലേ, അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഭാഗം എടുത്തിട്ട് ഇത്രയൊക്കെയുള്ള ഭാഗം നട്ടാൽ മതി, പിടിച്ച് കിട്ടിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. പിന്നെ ഇക്സോറ പ്ലാന്റ് 2 കളറിൻ്റെ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. പൂക്കൾ ഇപ്പോൾ നിലവിലല്ല കേട്ടോ. പിങ്കും വൈറ്റും പിങ്കും കൂടെ ചേർന്നിട്ടുള്ള 2 കളറുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ. പൂക്കൾ നിലവിലില്ല. പിന്നെ നമ്മളുടെ വലിയ മിക്കാഡോ ഇത് ഇത്രയും സൈസിലുള്ള മിക്കാഡോ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇതെപ്പോഴും നല്ല ഡിമാൻഡുള്ള ഇതാണ് കേട്ടോ. ഇത് ഹോട്ടൽസിലും അല്ലെങ്കിൽ ഈ സൈഡിലൊക്കെ നമുക്ക് കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന്, ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സ്റ്റോക്കിലുണ്ട്. അയ്യോടാ, നമ്മളുടെ പൂമ കൊണ്ടോ സാരമില്ല. പിന്നെ നമ്മളുടെ ഇത് പോത്തോസ് വെറൈറ്റി ഇത് നമുക്ക് സ്റ്റോക്കിലുണ്ട്. നമ്മളുടെ എൻജോയ് പോത്തോസ് ഈ ഫുൾ പോട്ട് സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആന്തൂറിയം ജെൻമിനി ചെറിയ പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത്രയുള്ള സൈസിലുള്ളൂ, കുറച്ച് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി കേട്ടോ. പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് എല്ലാം കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് ഒക്കെ കയ്യിൽ ഉണ്ടാവുമല്ലോ, അതിലെടുത്ത് നോക്കിയാൽ മതി, എല്ലാത്തിൻ്റെ റേറ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് നമ്മളുടെ ഫേൺ വെറൈറ്റി ഫേൺ, നമ്മളുടെ ഫിഷ് ടെയിൽ ഫേൺ ഇതിലുണ്ട്, സ്റ്റോക്കിലുണ്ട്. ഫേണൊക്കെ നമുക്ക് പിന്നീട് ഒന്നുകൂടി നല്ലോണം മഴയാവട്ടെ കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് മറ്റേ കോട്ടൺ ക്യാൻഡി ഫേണൊക്കെ സ്റ്റോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ മെറി ഇത് ആസ്പരാഗസ് വെറൈറ്റി ആസ്പരാഗസ് മെറി സ്റ്റോക്കിലുണ്ട്. പിന്നെ ഡിഷീഡിയ ഈ ഒരു വെറൈറ്റി സ്റ്റോക്കിലുണ്ട് കേട്ടോ. നമുക്ക് ടേബിളിലൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിന് അടിപൊളിയായിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തൊക്കെ വരാൻ പാകത്തിന് സെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബ്രെയിൻ ക്യാക്ടസ് സ്റ്റോക്കിലുണ്ട്. ഇത് പിന്നെ നമ്മളുടെ ഹോയ വെറൈറ്റി ഹോയ ഹാർട്ട് ഇത് സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഹോയയുടെ തന്നെ വേരിഗേറ്റഡ് വെറൈറ്റി ഹോയ ബെല്ല മാർജിനാറ്റ ആൽബ മാർജിനാറ്റ സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഇത് നമ്മളുടെ ഹവോത്തിയ വെറൈറ്റി കേട്ടോ. ഒരു പോട്ടിൽ 2 എണ്ണം 3 എണ്ണം ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഇതിൽ 2 എണ്ണമാണ് കാണുന്നത് കേട്ടോ. ഇതൊക്കെ പോട്ട് സൈഡായിരിക്കും കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ച 4 പ്ലാന്റുകളും പോട്ട് സൈഡായിരിക്കും വിടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നമ്മുടെ ബിഗോണിയ വെറൈറ്റി കാണിച്ചു പോകാം. ബിഗോണിയ ഇതിങ്ങനെ ഡോട്ടഡ് ആയിട്ടുള്ള വെറൈറ്റി. ഇതെപ്പോഴും നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ്. നമുക്ക് ഇങ്ങനെ നമ്മൾ അധികം കാണാത്ത ഇങ്ങനെ നിറച്ച് ഡോട്ടായിട്ട് ഇതിൻ്റെ വൈറ്റും വരാറുണ്ട്, ഇല വൈറ്റായിട്ട് ഡോട്ടായിട്ടുള്ളതും വരാറുണ്ട്. ഇപ്പോൾ വന്നേക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇത് ചെറിയ പ്ലാന്റുകൾ കേട്ടോ, ഒരു സ്റ്റെമ്മായിട്ട് അങ്ങനെ വരുന്ന പ്ലാന്റുകളാണ്. നന്നായിട്ട് വേരുകളൊക്കെ ആയിട്ട് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ. ഇതിന് 50 റുപ്പീസാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ പിന്നെ ഇതിൻ്റെ തന്നെ കെയിൻ ബിഗോണിയാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു ഇതായിട്ടുള്ള കാപ്പി കളറായിട്ടുള്ള വെറൈറ്റി. ഇതിന് 30 രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ. ഇങ്ങനെ മിക്കതിലും തന്നെ 2 എണ്ണമൊക്കെ ഉണ്ടാവും, ചിലതിൽ 1 എണ്ണമായിരിക്കും കേട്ടോ. 30 രൂപയാണ് വരുന്നത്. കുറഞ്ഞിട്ടൊക്കെ പ്ലാന്റുകൾ ചോദിക്കുന്നുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക്. പിന്നെ നമ്മളുടെ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ചൈന ഡോള് നന്നായിട്ട് വേരുകളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ പോട്ട് സൈഡായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ പോട്ട് മാറ്റിയിട്ടായിരിക്കും ഇടുന്നത്. കനമൊക്കെ തോന്നുവാണെങ്കിൽ പോട്ട് മാറ്റിയിട്ടായിരിക്കും. എന്നാലും വേരുകൾക്കൊന്നും ഒരു ക്ഷീണം വരില്ല കേട്ടോ. ഇങ്ങനെയായിരിക്കും കേട്ടോ. അതിൻ്റെ വലുതും ചെറുതുമൊക്കെ ആയിട്ട് ഒരു ഏകദേശം ഈ ഒരു സൈസ്. ചിലപ്പോൾ കുറച്ച് ചെറുതായിരിക്കാം, ചിലപ്പോൾ കുറച്ചും കൂടി വലുതായിരിക്കാം കേട്ടോ. അങ്ങനെയായിരിക്കും വരുന്നത്. ഇത് 80 രൂപയാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ബിഗോണിയ വെറൈറ്റി ഈ ഒരു ബിഗോണിയ വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. ഇത് അധികം സ്റ്റോക്കിൽ വന്നിട്ടില്ല. ഇതിന് 80 രൂപയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ
ഇലകളുടെ എണ്ണം ഒന്നും നിങ്ങൾ നോക്കണ്ട. എണ്ണം ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ആയിരിക്കും. മാക്സിമം ഞാൻ ഇലകൾ ഉള്ളത് അങ്ങനെ തന്നെ വിടും. കരിഞ്ഞിരുന്നാലും ഇലകൾ വിടും കേട്ടോ. കാരണം ബിഗോണിയയുടെ ഇലകൾ അറിയാലോ, ബിഗോണിയയുടെ ഇലകൾ നമുക്ക് പോട്ടി മിക്സിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇലകൾ ചെടികൾ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ കരിഞ്ഞിരിക്കുന്നത് ഒന്നും ഞാൻ കളയില്ല കേട്ടോ. കളയാതെ തന്നെയായിരിക്കും നിങ്ങൾക്ക് വിടുക കേട്ടോ. ഒരു 3 ഇല അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ. 80 രൂപയാണ് വരുന്നത്. പിന്നെ ദാ ഇത് നമുക്ക് നീഡിൽ ഗ്രാസ് ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിട്ടോ നീഡിൽ ഗ്രാസിന്റെ. ഇത് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇതൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാമേ. പിന്നെ ഇത് നമ്മുടെ പെഡിലാന്തസ് വെറൈറ്റിയാണ്. പെഡിലാന്തസ് വേരിഗേറ്റ് വെറൈറ്റി. ഒരു യെല്ലോ ടച്ചും ഒരു യെല്ലോ ടച്ച് അല്ല, ഒരു പിസ്ത ഗ്രീനും ഒരു ഗ്രീനും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. കുറച്ചും കൂടെ വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് നല്ല വെയിലത്തായിരിക്കുന്നെങ്കിൽ അതിനൊരു റോസ് ഷെയ്ഡ്, ഒരു പിങ്ക് ഷെയ്ഡും കൂടെ വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ ഇല വരുന്നത്. ഇപ്പം ഇതിൽ പിങ്ക് ഷെയ്ഡ് വന്നില്ല. ഇപ്പോൾ വെയിൽ കുറവാണല്ലോ, അപ്പം അതുകൊണ്ട് പിങ്ക് ഷെയ്ഡ് വന്നിട്ടില്ല കേട്ടോ. ഒരു 3 തണ്ടൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും. ഇതിലിപ്പോൾ ഒരു 4-5 തണ്ടൊക്കെ കാണും. 1 2 3 4 6 തണ്ട് ഇതിൽ കാണുന്നുണ്ട്. അത്രയും പ്രതീക്ഷിക്കേണ്ട, ഒരു 3 തണ്ട് ഒക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ഇതിന് വരുന്നത് 50 രൂപയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പോൾ ഇങ്ങനെ പോട്ടുകളിൽ നട്ടിട്ട് പിന്നെ ഒടിച്ചൊടിച്ച് നിങ്ങൾക്ക് നടാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ ആയിട്ടേ അങ്ങനെ നടാവുന്നതാണ്. ഇതിപ്പോൾ ചിലപ്പോൾ എൻ്റെ കട്ടിങ്ങിൻ്റെ ഒക്കെ പാടുകൾ ഉണ്ടാവുമായിരിക്കും കേട്ടോ. കാരണം പൊക്കം വെച്ച് പോകുമ്പോൾ കട്ട് ചെയ്ത് മാറ്റണതാണ്. ഇങ്ങനെ കേട്ടോ. ഇതിന് 50 റുപ്പീസാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് റേറ്റ് കൂടിയതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് 130 റുപ്പീസിൻ്റെയാണ് വരുന്നത്. ഇത് നമ്മളുടെ പാം വെറൈറ്റി ബാംബു പാം. ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിലും വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ആ പോട്ട് വെച്ച് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്രയും പ്ലാന്റുകളാണ്. ബാക്കി പ്ലാന്റുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തേക്കാം. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ഇങ്ങനെയുള്ള കുറഞ്ഞ പ്ലാന്റുകളൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇടയ്ക്കൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ വരാം. നമ്മളുടെ ഫേൺ വെറൈറ്റി ഇപ്പോൾ മഴക്കാലമൊക്കെ ആയപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഫേൺ വെറൈറ്റി. നമ്മളുടെ കോട്ടൺ ക്യാൻഡി ഒക്കെ ഫേൺ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബട്ടൺ ഫേൺ ഒക്കെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടാറില്ല. അപ്പോൾ അങ്ങനെ കോട്ടൺ ക്യാൻഡി ഒക്കെ വരുമ്പോഴത്തേക്കും തന്നെ ഭയങ്കര ഡിമാൻഡാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. സക്സസ് ആയി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതനുസരിച്ച് കാണിക്കാം കേട്ടോ നിങ്ങളെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.